അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് 6.5 ഉണ്ടോ? 6.5നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഈ 0.5 എന്ന് പറയുന്നത് എന്താണ്? 0.5ന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1ന്റെ പാതിയല്ലേ 0.5 എന്ന് പറയുന്നത്? അല്ലെ? 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 എന്ന് പറയുന്നതോ? ആലോചിച്ച് നോക്കിക്കേ. 5ന്റെ പാതിയല്ലേ 2.5? അപ്പം 5/2 അല്ലേ? അല്ലെങ്കിൽ 1.25 എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി 5ന്റെ പാതിയാണ് 2.5. അപ്പൊ 2.5യുടെ പാതി എന്തായിരിക്കും വരുന്നത്? 5/4 അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം? 6.5 എന്ന് പറയുന്നത് 13/2 ആണെന്ന് മനസ്സിലാവണം അല്ലേ? അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ആയി 6.5നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫ്രാക്ഷന്റെ ഫോമിലോട്ട് മാറ്റി 13/2 ആണെന്ന്. അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഇവിടെ എന്തോ ആണെങ്കിലും ആയിക്കോട്ടെ, ഇതിന്റെ ആൻസർ എന്തോ ആണെങ്കിലും ആയിക്കോട്ടെ, ഇനി എപ്പോ ഇവിടെ ഒരു 13 വന്നോ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഇതെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 13ആയിട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യൂലേ? അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് തന്നിരിക്കുന്നതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 13 കൂടെ ആയിട്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി ഓപ്ഷൻ നോക്കിക്കോ. 27 എന്ന് പറയുന്നത് 13ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 25 എന്ന് പറയുന്നത് 13ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. പക്ഷെ 26 എന്ന് പറയുന്നത് യെസ്, ഇത് 13ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. കാരണം ഞാൻ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസ് ഒന്നും ഞാൻ ഇട്ട ഓപ്ഷൻസ് അല്ല. ഇതെല്ലാം ഒഫീഷ്യലി CGL ചോദിച്ചല്ലേ, ടയർ 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ലോജിക്കും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കിട്ടുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് മറ്റ് സ്റ്റുഡൻസിനെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്നത് കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ലോജിക്കും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ നിങ്ങൾക്ക് കോഴ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ മറ്റ് എക്സാംസിൻ്റെ ഒക്കെ നിങ്ങൾ PYQs എടുക്കണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, റൈറ്റ്? അപ്പൊ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് ഞാൻ കുറേ മേജർ എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും PYQ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് ഒരു ലോജിക്കൽ അനാലിസിസ് നടത്തുന്നതാണ്. താങ്ക് യു.